ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ ഒതുക്കാനും പെറുക്കാനും നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളോട് പറയാറില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ സംഭവമാണെന്നുള്ളത്. എനിക്ക് വേറെ എന്ത് പണിയെടുക്കണേക്കാളും എനിക്ക് കൂടുതലിഷ്ടം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. പിള്ളേർസിന് ക്ലാസ്സില്ല. അപ്പോൾ അവർ രണ്ടുപേരും നേരത്തോടെ ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഫോൺ നിരത്തി വെച്ചിട്ട് അത് നോക്കിയിരുന്നിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. മറ്റാൾ കയ്യിൽ കാറ് പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളുടെയും രണ്ട് ടേസ്റ്റാണ്. ഒരാൾ ഫോണും ഒരാൾ കാറും. കണ്ടോ, മൂന്ന് കാർ അടുക്കി പിടിച്ചിട്ട് എപ്പോഴും തോമുവിന് കയ്യിലൊരു കാറ് വേണം, മറ്റൊരു ഫോണും വേണം. അപ്പോൾ പാച്ചുവിൻ്റെ കയ്യിൽ ഡമ്മി ഫോണുകളാണ് കേട്ടോ അധിക ഭാഗമുള്ളത്. നമ്മൾ വേണൂസിൽ പോകുമ്പോൾ എപ്പോഴും കിട്ടും. തോമുവിന് രണ്ടെണ്ണം ഉണ്ട്, പാച്ചുവിന് ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇവന് അതുമുണ്ട്, മറ്റേ ഫോണുണ്ട്. അപ്പോൾ അതിങ്ങനെ നിരത്തി വെച്ചിട്ട് അതും ഓരോന്ന് ചെയ്യലാണ് ഇവരുടെ പണികൾ കേട്ടോ. അങ്ങനെ രാവിലെ പതിവുംപടി വലിയ മഴയൊന്നുമില്ല കേട്ടോ, വെയിൽ തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഈ ജനലുകൾ തുറന്നിടുക എന്നുള്ളത്. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ ചിലപ്പോൾ നനയ്ക്കും. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയാണ് പതിവ്. ചിലപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കുമ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടാവും, അതെടുത്ത് കൊണ്ടുവന്നിട്ട് കൈയോടെ ഇവിടെയാണ് ഒഴിച്ച് അവസാനിപ്പിക്കുക. അങ്ങനെ ഡാഡി പതിവ് പോലെ രാവിലെ എണീറ്റ് ഡാഡിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കിച്ചൺ സജീവമായി. അപ്പോൾ ഇന്ന് ഡോണിന് പാലും എന്തോ കോൺഫ്ലേക്സും കൂടി കഴിച്ച് പൊക്കോളാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇന്ന് പഴങ്കഞ്ഞി മതി എന്ന് പറഞ്ഞു. ഡാഡിക്ക് ഇന്നലെ പറഞ്ഞു ചോറ് ബാക്കി കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ നാളെ പഴങ്കഞ്ഞി മതി. അപ്പോൾ ഡാഡിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സംഭവം നല്ലതാണ്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ പയറ് കാച്ചണം, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും സമാധാനത്തിലാണ് ഇന്നത്തെ ദിവസം. ഫുഡ് കഴിക്കാനൊക്കെ തിക്കും തിരക്കില്ലല്ലോ, കുട്ടികൾക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ബാക്കിൽ ചെയിനിട്ടിട്ടുള്ള ഒരു മാലകളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റലിലത്തെ ഒരു കുട്ടിയാണ്, അവർ കുറേ ഫ്രണ്ട്സ് കൂടിയിട്ട് വാങ്ങിക്കേണ്ടതാണ്. അവർ പല പാറ്റേണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്റ്റൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തിട്ട് ആവശ്യം എന്ന് വെച്ചാൽ അതിൻ്റെ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ലെങ്ത്തും കൂടി പറഞ്ഞാൽ ഒന്ന്. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ക്രിസ്റ്റൽ മതി എന്ന് പറയും ബാക്കിലൊക്കെ, ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിൽ ഇത് മതി എന്ന് പറയും. അങ്ങനെയാണ് കേട്ടോ, ചെയിൻ മതി എന്ന് പറയും. അപ്പം ഞങ്ങളിത് കഞ്ഞി കുടിക്കാനായിട്ടിരുന്നു. കഞ്ഞിക്ക് ഇന്നലത്തെ മറ്റേ ഉണക്കമീൻ്റെ പൊടി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ, പിന്നെ നമ്മളുടെ പയറുപ്പേരി, പിന്നെ തൈരും. ഇതൊക്കെ അറിയാലോ ആസ് യൂഷ്വൽ മറ്റേ കഞ്ഞി. അപ്പോൾ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അപ്പോൾ ഷുഗറിന് വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഡാഡിക്ക് വെച്ചാൽ ക്ഷീണം കുറയാനും ഇഷ്ടമുള്ളതാകുമ്പോൾ ആൾ കഴിക്കും, അല്ലാത്തതാണെങ്കിൽ വളരെ അളന്ന് മുറിച്ചിട്ടേ കഴിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി എപ്പോഴും ഇങ്ങനെയാണ് ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ആ ഒരു ഇത് കാരണം നമുക്കങ്ങനെ പറ്റാറില്ല, രാത്രി മാത്രമേ ഒന്നിച്ചിരിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ സംഭവം മാറ്റണം, കാരണം ഒരുവിധം ആയി. കാരണം ഫുൾ അതുമല്ലേ നമ്മളെപ്പോഴും അവിടെയല്ലേ ഇരിക്കുന്നത്. പിന്നെ അത്ര ക്വാളിറ്റിയുള്ള സാധനമല്ല ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 പാറ്റേൺ ഇങ്ങനത്തെ വാങ്ങിച്ചു ഞാൻ, ഒന്ന് ഉപയോഗിച്ചിട്ട് മാറ്റി കളയാനായിട്ട്. കാരണം കട്ടിയില്ലാത്തതാണ്, തീരെ കട്ടിയില്ലാത്ത സാധനമാണ്. അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. പിന്നെ അടിയിൽ ആ ബേസുള്ള കാരണം അതുമേ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഡാഡിയോട് ഞാൻ പറഞ്ഞു ഇനി ഇത് മാറ്റാം, കാരണം എനിക്ക് അടുക്കളയിൽ മറ്റേ ഉപ്പും മുളകിടുന്നതിൻ്റെ അടിയിൽ ഇത്തരം ഷീറ്റ് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് അതിലിടാമല്ലോ. അപ്പോൾ ഞാൻ കയ്യോടെ അത് കഴുകി കട്ട് ചെയ്തിട്ട് കഴുകി ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. കാരണം ഇത് കീറിയെടുത്തപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു, അടിയിലൊക്കെ നമ്മൾ ഒട്ടിച്ചേക്കല്ലായിരുന്നേ. അങ്ങനെ 2 സംഭവങ്ങളും പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മളുടെ പണ്ടത്തെ ഇത് സെനിത്ത് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ സാധനങ്ങൾ ഒരിക്കൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലുള്ളത് നല്ല സാധനമാണ്. ഇത് ഡബിൾ സൈഡാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് വേറെ ഡിസൈൻ, ഇപ്പുറത്തെ വേറെ ഡിസൈൻ. അപ്പോൾ അന്ന് എൻ്റെ ഇതിലേക്ക് എടുക്കുന്നുണ്ടാവും സെനിത്ത് കോട്ടൺ എന്ന് പറഞ്ഞിട്ട്. നല്ല സാധനങ്ങൾ അവരുടെ കേട്ടോ, അവരുടെ പ്രോഡക്റ്റ്സൊക്കെ. എനിക്ക് 2-3 പാറ്റേൺ ഇത് ഇങ്ങനത്തെ സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു വലുതായതിന് ശേഷം അങ്ങനെ പറയുമെന്നല്ലത്. പിന്നാലെ പാച്ചു വന്നു, ഇപ്പോൾ ചാക്കോച്ചൻ വന്നല്ലോ. നമ്മളിങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല, യൂസ് ആൻഡ് ത്രോ പോലെയുള്ള സംഭവങ്ങളാണ് ചെയ്യാറ്. കാരണം കുട്ടികൾ താഴെ വന്നിട്ട് അവരത് വലിക്കും, മേശേര അവിടെ വന്നിട്ട് വലിക്കുമ്പോൾ മേശേമ്മ സാധനങ്ങളുള്ളത് അടക്കം ഇങ്ങോട്ട് പോരും. അപ്പോൾ പിന്നെ ഈ ടേബിൾ റണ്ണർ ഇടുമ്പോൾ ശരിക്കത് ഉപദ്രവം വരുമല്ലോ. അങ്ങനെ ഇത് ഇടുമ്പോഴാണ് ഡാഡി പറഞ്ഞത് ഇതും അപ്പടി അഴുക്കുണ്ടല്ലോ ഇപ്പോഴെന്ന്. ഞാൻ പറഞ്ഞു
അപ്പോൾ ആ സമയത്ത് ആരായിരുന്നോ ഉണ്ടായിരുന്നത് അവർ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല. അടുത്ത വാഷിൽ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അത് ഇട്ടു. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഡാഡിക്കും ഡിംപിളിനും കുറച്ച് പർച്ചേസിങ്ങിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പാച്ചും ഡാഡിയും ഡിംപിളും കൂടിയിട്ട് പുറത്തേക്ക് പോയി. ടോമുവിനെയും ചാക്കോച്ചനെയും കൊണ്ട് ഡിവൈൻ മുകളിലേക്കും പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ വരണതിന് മുമ്പ് വേഗം ബാക്കിയുള്ള കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല, മീൻകറി ഓൾറെഡി ഡിംപിൾ ഇന്നലെ വെച്ചിട്ടുണ്ട്, ചെമ്മീൻ റോസ്റ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഉണക്കമീൻ്റെ ഒരു തുണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മറ്റേ ചിക്കൻ്റെ പാർട്സ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, അതായത് ലിവറും കിഡ്നി അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിവരാരും തൊടില്ല, ഞാനും ഡാഡിയും മാത്രം കഴിക്കുള്ളൂ. അക്കിക്കും ഭയങ്കര ഇഷ്ടമാണ്, വേറെ ആരും ഇവർ തൊടില്ല. അപ്പം ഞാനത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് വെക്കണ കൂട്ടത്തിൽ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയും കൂടി ആയല്ലോ. അപ്പോൾ ഇന്ന് ഇവർക്ക് പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ ഞാൻ രാവിലെ വെച്ചാൽ ഗുളിക കഴിക്കാൻ ലേറ്റായി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർത്താൽ ഞാൻ ഇപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് വേണം പോയി കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മറ്റേ ബെല്ല് വന്നിട്ട്. അപ്പോൾ എനിക്ക് മെയിൻ സംഭവം ഇതാണ്, കാലത്ത് ശരിക്കും ഒരു 11 മണിയോട് കൂടിയിട്ട് ഒരു 5:30-6 വരെ ഈ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഓടല എൻ്റെ പണി മെയിനായിട്ട്. വഴി കുറച്ചിട്ടല്ലോ അവിടേക്ക് എത്തില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഞാനൊരു കുർത്ത സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഡ്രസ്സുകൾ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരുവിധം ഒരു 90% സാധനങ്ങളും മറ്റേ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ഷാഡോസിൻ്റെ ഡ്രസ്സുകളുണ്ട്, പിന്നെ ഡിവൈൻ പുറത്തുനിന്ന് ഒക്കെ വരുമ്പോൾ എടുത്തുകൊണ്ടുവന്ന കുർത്തകളുണ്ട്. അങ്ങനെയാണ്. എന്നാലും ഒരു 80-85% മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടാണ് കേട്ടോ, ഷോപ്സി. അപ്പോൾ ഞാൻ വേഗം ചോറ് വയ്ക്കുക ഞാൻ ഇങ്ങനെയാണ്, നമ്മുടെ വെള്ളം തിളപ്പിച്ചിട്ട് കുക്കറിൽ അരി കഴുകിയിട്ട് അതിലേക്ക് ഈ ചൂടുള്ള വെള്ളം ഒഴിക്കുക ചെയ്യുക. അങ്ങനെ ഉപ്പെടുക്കാൻ നോക്കിയപ്പോൾ പൊടിയുപ്പും ഇല്ല, അതേ കല്ലുപ്പും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ വെക്കണേലുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തപ്പോൾ അതും കാലി. അപ്പം ഞാൻ മനസ്സിൽ പറയായിരുന്നു, കാരണം കുട്ടികൾ 2 പേരും അകത്തില്ല, അല്ലെങ്കിൽ ഞാൻ അവരോട് പറയാം. അങ്ങനെ ഞാൻ വേഗം ഫോൺ വിളിച്ച് ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഉപ്പ് വേണം, ഉപ്പ് വേഗം വാങ്ങിയിട്ട് വന്നോളൂ, മറക്കായിക്കോന്ന് പറഞ്ഞു. പക്ഷേ സംഭവം ഡാഡി മറന്നു, രണ്ടാമത് വന്നിട്ട് പോവുക ചെയ്തത്. അപ്പോൾ ഞാൻ കിടാങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യണത്? കടുക് എടുക്കാൻ നോക്കിയപ്പോൾ കടുക് പൊട്ടിച്ചതില്ല. അപ്പം ഞാൻ വേഗം കടുക് പൊട്ടിക്കാട്ടു. അപ്പോൾ ഇവർ എപ്പോഴും പറയണ ഒരു കാര്യം, മമ്മി പൊട്ടിച്ചിട്ടോ, ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ മമ്മി പൊട്ടിച്ചിട്ടോ, മമ്മിക്കറിയാം എവിടേക്ക് എന്തൊക്കെ ഇരിക്കണേന്നുള്ളത്, ഞങ്ങൾക്കതറിയില്ല, അങ്ങനെ പറയാം. അപ്പോൾ ഇന്നലെ ഉപ്പിൻ്റെ കാര്യം ഇവർ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടു, ഉലുവ പൊട്ടിച്ചിട്ടു, അത്യാവശ്യം പൊട്ടിച്ചിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ടാവാം, ആരുമില്ലല്ലോ. അപ്പം ഞാൻ വേഗം ഇതെടുത്തിട്ട് ഒരു കട്ടൻ വെക്കാനായിട്ട് അതെടുത്തിട്ടു. അപ്പം നിങ്ങൾ ചോദിച്ചല്ലോ ഇതെങ്ങനെ ഇരിക്കണേന്നുള്ളത്, ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് കേട്ടോ. എനിക്ക് തോന്നുന്നു പൂവിൻ്റെ ഏതൾ ഇങ്ങനെ ആകെ ചുരുണ്ടിട്ട് ഉണങ്ങുമ്പോൾ ചുരുളുള്ളൂ സ്വാഭാവികമായിട്ട്, അതാണ് സംഭവം. അപ്പോൾ ശരിക്കും ആ ഒരു ഇതിടുമ്പോൾ ഒരു പൂവിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ അരിക്കുമ്പോൾ കാണാം ഏതളുകൾ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കുതിർന്ന് വരണത്. അങ്ങനെ അതെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പെടുക്കാൻ വേണ്ടി ഉപ്പ് തപ്പിയിട്ട് തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു ഭാഗം അങ്ങോട്ട് ഒതുക്കാം. കാരണം ആ ഒരു പോർഷനിലാണ് ഞാൻ സാധാരണ സ്റ്റോക്ക് ചെയ്യാറ് സാധനങ്ങൾ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഗോതമ്പ് പൊടി 2 പാക്കറ്റായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും അടുത്തത് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇത് ഇവിടെ റസ്ക് പൊടിയാണ് കേട്ടോ, 2 പാത്രത്തിലായിട്ടുണ്ട്. അത് നമ്മുടെ പിള്ളേഴ്സിനുള്ളതാണ്. പിന്നെ എനിക്ക് റസ്ക് പൊടിയിൽ അങ്ങനെ കട്ട്ലേറ്റ് ഒന്നും ഉണ്ടാക്കാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഇപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചു എന്താ എൻ്റെ ഇപ്പോൾ കട്ട്ലേറ്റ് ഒന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ കിച്ചണിലില്ലാത്തത് കൊണ്ടാണ് കട്ട്ലേറ്റ് കാണാത്തത്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പാപ്പ ചെയ്യല്ലേ. അങ്ങനെ ഞാൻ കോൺഫ്ലവർ എടുക്കാൻ നോക്കിയപ്പോൾ കോൺഫ്ലവർ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് പകർത്താം. പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ പകർത്തിയത് കഴിഞ്ഞു. പക്ഷേ ആ കുപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞിട്ട് അപ്പാപ്പ കഴുകി ഉണക്കി വെച്ചില്ലെങ്കിൽ നല്ല മറ്റേ കാറിയൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ കുപ്പി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെ ഇത് തിളച്ച് തുടങ്ങി. നല്ലോണം വെട്ടി തിളപ്പിച്ചാൽ അതിൻ്റെ മൊത്തം ആ ഒരു കളറും സത്തൊക്കെ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അത് റോസ് പെറ്റൽസും അങ്ങനെയൊക്കെ തന്നെ. അത് നമ്മൾ ഏത് സംഭവമായാലും ഇപ്പോൾ ചായപ്പൊടി ആയാലും അങ്ങനെയാണല്ലോ, നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിച്ചാലേ അതിൻ്റെ മുഴുവൻ സത്തിറങ്ങി വരുള്ളൂ. അങ്ങനെ ഞാൻ മുകളിലത്തെ ഭാഗം റെഡിയാക്കി. അപ്പോൾ റവ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റവ വാങ്ങിക്കണം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ലിസ്റ്റ് ഇടും ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി 2ാമത്തെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിരിക്കുന്നു, ആശീർവാദിൻ്റെ. അപ്പുറത്ത് മറ്റേ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഗോതമ്പ് പൊടിയുണ്ട്.
അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടുത്ത നമ്മൾ സമയം അനുസരിച്ചാണല്ലോ ഓരോ കള്ളികൾ നോക്കാം. നോക്കിയപ്പോൾ അവരെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്തൊരു കള്ളിയും കൂടി എടുക്കാമെന്ന് വെച്ചാൽ നേരെ താഴത്തെ കള്ളി എടുത്തു. താഴത്തെ കള്ളി എടുത്തപ്പോഴും അതിൽ പൊട്ടിച്ചിടാവുന്ന സാധനങ്ങളൊന്നും കാര്യമായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ അതാത് മറ്റേ ചിലതിൻ്റെയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാർക്കർ കൊണ്ട് കുറച്ചും കൂടിയൊക്കെ കടുപ്പിച്ചൊക്കെ എഴുതി ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവും എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ അപ്പുറത്ത് ഒതുക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതേ അടുത്ത കോളിംഗ് ബെല്ല് വന്നു, അടുത്ത പോസ്റ്റ് വന്നു, കൊറിയർ വന്നു. ഞാൻ ഓടിപ്പോയിട്ട് അത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇനി പോയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒഴിക്കാനായിട്ട്. അതും പിന്നെ അരി അടുപ്പത്തിൻ്റെ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പോവുക. കാരണം നമ്മൾ പോയി എന്തെങ്കിലും കാരണവശാൽ 2 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാക്കോച്ചൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ഥാനവും ഇവിടെ തന്നെയാണ്. നീലക്കാരാണ്, ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ നീലക്കാരാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയറിയാം. പക്ഷേ ഒരെണ്ണം മാത്രം പച്ചയുണ്ട്, ഡാൽഡയുടെ ചെപ്പ്. അത് കാലങ്ങളായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡയോണിൻ്റെ ചെറുപ്പത്തിൽ എന്തോ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ ഡയോൺ ഉപയോഗിച്ചിരുന്ന പാത്രം. അപ്പോൾ എന്നും ഞാൻ ഈ പാത്രം എടുക്കുമ്പോൾ ഡയോണിനെ ഓർമ്മ വരിക. കാരണം അവൻ്റെ എന്തോ സ്നാക്സ് കൊണ്ടുവരുന്ന എന്തോ ഒരു ചെറിയ പാത്രമായിരുന്നു. എപ്പോഴോ എന്തോ കൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വന്നു. അതിന് ശേഷം ഇവിടെയാണ് എൻ്റെ ഡാൽഡ ഇടുന്ന ചെപ്പായി മാറിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ റെഡിയായി. അപ്പോൾ ചായ അവിടെ വെച്ചു. അപ്പോൾ ക്രീം ബണ്ണ് തോമ്പ് തിന്നതിൻ്റെ ബാക്കിയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, അതും മധുരമല്ലേ, പിന്നെ ആവാം എന്ന് വിചാരിച്ച് ഞാനത് എടുത്ത് വെച്ചു. അങ്ങനെ ഇരിക്കും. ഇതാ ഓരോന്ന് ഒതുക്കി വന്നപ്പോൾ കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൈയോടെ അത് പകർത്താം. നോക്കിയപ്പോൾ പകർത്തേണ്ട കാര്യമില്ല, സാധനം അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അടുത്ത പാത്രം. അപ്പോൾ ഓരോ പാത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ മുകളിലൊന്ന് തുടച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് ആ പരിപാടിയാണ് കഴിയില്ല. അപ്പോൾ ഇപ്പറൊക്കെ ഞാൻ ഈ അടുത്ത് മാറ്റിയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കത് മാറ്റേണ്ടി വന്നില്ല. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ മാറ്റും മറ്റേ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഉള്ള സാധനങ്ങൾ ഞാൻ അലമാരിയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് അവസാനിപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ റവ കിട്ടി. അപ്പോൾ റവ ഞാൻ പൊട്ടിച്ചിട്ടു. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഐറ്റം തന്നെ 2 പാത്രത്തിലൊക്കെ വെച്ച കാരണമാണ് ഇതെവിടെയാണ് എന്താണെന്ന് കാണാത്തത്. അതായത് ഒരെണ്ണത്തിൽ പൊട്ടിക്കാത്തതും ഒരെണ്ണത്തിൽ പൊട്ടിച്ചതും അങ്ങനെ ആയിട്ട് കിടക്കുമ്പോൾ നമുക്കറിയില്ല. അതേസമയം സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഇതിലുണ്ട് എല്ലാ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് പൊട്ടിച്ചിടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. അതാണ് കുട്ടികൾ പൊട്ടിച്ചിടുന്ന കാര്യങ്ങൾ മമ്മി ചെയ്തോളൂ, അല്ലെങ്കിൽ ഒതുക്കണ കാര്യം മമ്മി ചെയ്തോളൂ എന്ന് പറയുന്നത് ഇതാണ് സംഭവം കേട്ടോ. അങ്ങനെ ഞാൻ ഇത് നോക്കിയപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയില്ല. അപ്പോൾ ഡിംപിളിന്നിപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങ് പൊട്ടിച്ചിട്ടു എന്ന് പറഞ്ഞു ഓൾറെഡി. കാരണം ഒരാഴ്ച നോക്കിയപ്പോൾ മൊത്തം മുളക് പൊടി ഇല്ലാണ്ടുള്ള കളിയായിരുന്നു. എന്നിട്ട് പിന്നെ കാശ്മീരി പൗഡറായിരുന്നു കേട്ടോ ഫുൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അതേ സാമ്പാർ പൊടി, പിന്നെ കാശ്മീരി പൗഡർ, മഞ്ഞൾപ്പൊടി 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഈ 2 പാക്കറ്റ് വരുമ്പോൾ നമ്മൾ ഏതാണ് ആദ്യം എക്സ്പയറി ആവണേന്ന് നോക്കും. എന്നിട്ട് അത് ആദ്യം എടുക്കും, മറ്റേത് അവിടെ വെക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടു. അപ്പോൾ ഒരുവിധം എല്ലാതും ആയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡാൽഡയുടെ പാത്രം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഡാൽഡയൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ തൊടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പൂപ്പായ പോലെ വരും. അപ്പോൾ നമ്മളത് അപ്പം തുടച്ച് കളയണം, എന്നാലേ കാര്യമുള്ളൂ. തുടയ്ക്കാൻ നോക്കിയപ്പോൾ ടിഷ്യൂ ഇല്ല. സംഭവം എന്താ അവിടെ കണ്ടോ, ടിഷ്യൂ അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇത് പൊട്ടിച്ചിട്ട് അവിടെ ഇടണ്ടേ. അപ്പോൾ അതിനുള്ള നേരം ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കുട്ടികളുള്ള കാരണമാണ് സംഭവം, ശരിയാണ്. അപ്പോൾ ഞാൻ വേഗം അതും പൊട്ടിച്ചിട്ടു. അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അതവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യണ പാത്രം ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ എണ്ണമയം ഉള്ളത് കൊണ്ട് വേഗം പൊടി കയറി പിടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത നിലയ്ക്ക് അതും കൂടി ഒന്ന് തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതും തുടച്ചു. അപ്പോൾ ഇങ്ങനെ ഒതുക്കണ ദിവസമാണ് പ്ലാസ്റ്റിക് കവറുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുക. അപ്പോൾ അത് മുഴുവൻ ഞാൻ ഒതുക്കി ഇന്ന് അവർ വരികയും ചെയ്തു കേട്ടോ. അവർ വന്ന് അവർക്ക് ഇത് കൊടുക്കാനും പറ്റി. ഇന്നായിരുന്നു ആ ദിവസം. മറ്റേ ഇവിടെ നിന്ന് വരുന്നത്, ഹരിത അവിടെ നിന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ ഇത് പാൽപ്പൊടിയാണ്. ഇപ്പം ഞാനങ്ങനെ പാൽപ്പൊടി വാങ്ങി വെക്കാറില്ല കേട്ടോ. മുമ്പ് ഞാനിങ്ങനെ വാങ്ങി വെച്ചിട്ടാണ് നമ്മുടെ മിൽക്ക് മെയ്ഡും പിന്നെ ഒരുവിധം പലഹാരത്തിലൊക്കെ മറ്റേ പാൽപ്പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ റീഫിൽ പാക്കറ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതായാലും അതെ മിൽക്ക് മെയ്ഡ് ഒക്കെ കൊച്ചു ഇപ്പം എല്ലാതും റീഫിൽ പാക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് മൈദ പൊട്ടിച്ചിട്ടു, ഇവിടെ അരിപ്പൊടി, ഒരുവിധം എല്ലാതും സെറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതുമ്പോൾ നിർത്താം. കാരണം ഇനി അടുത്തേമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിർത്തി. അപ്പോഴത്തേക്കും കുട്ടികൾ പതുക്കെ വന്നു തുടങ്ങി. ഡിവൈൻ വന്നു. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ തോമുൻ്റെ
കരച്ചിൽ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിക്കാൻ നിന്നില്ല, കാരണം വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കരച്ചിലും ആകെ ബഹളവും, പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ചാക്കോച്ചൻ അവിടെ കിടന്ന് ഉറങ്ങണം, ആകെ ഒരു തിക്കും തിരക്കാവും. അപ്പം ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളികേരപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ചെന്ന് കുരുമുളക് എടുക്കാൻ നോക്കിയപ്പോൾ കുരുമുളക് പൊടിച്ചത് കഴിഞ്ഞേക്കണു. അപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യമൊക്കെ വന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഈ കുട്ടികളെ വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കാണ്ടിരുന്നത് ഞാനാണ്. ഞാൻ ഈ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് അവിടെ ഇരുന്ന കാരണം കിച്ചണിലേക്ക് നോക്കണേ ഉണ്ടായിരുന്നില്ല. മമ്മി വരണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നോക്കില്ല. പക്ഷെ അവരത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർക്കറിയില്ല എവിടെയാണ് ഇരിക്കണത്, എന്താ ഇരിക്കണതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിനി ശ്രദ്ധിക്കണം, വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾ മമ്മി എങ്ങനെയാണ് വെക്കണേന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളും ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ എടുത്തപ്പോൾ വെളിച്ചെണ്ണ അവിടെ ഇല്ല, കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം ഞാൻ ഇന്നലെ അങ്ങടാണ് കിച്ചണിൽ കയറി ഒന്ന് വെറുതെ ഇങ്ങനെ 2 ദിവസം മുമ്പ് വെറുതെ ഇങ്ങനെ കയറി നോക്കിയപ്പോഴാണ് ടിന്നുകളൊക്കെ കാലി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഒക്കെ സംഭവങ്ങൾ ഞാൻ 1-ന് 2 സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാതും ഞാൻ 2-ഉം 3-ഉം വീതം സ്റ്റോക്ക് ചെയ്യുന്ന ആളാണ്. ആ സ്ഥാനത്ത് എന്തെടുക്കുമ്പോഴും ഇല്ല 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 എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഉപ്പൊന്നും വീട്ടിലില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദോഷമാണെന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ കുട്ടികളോട് അത് പറഞ്ഞു, ഉപ്പ് നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് അടുത്തയിൽ കഴിയുമ്പോൾ നിങ്ങൾ അപ്പോഴെങ്കിലും ഒന്ന് ഓർത്ത് പറയണ്ടേ. ഇത് അതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു, സോൾട്ട് ആൻഡ് പെപ്പറിലത്തെ സോൾട്ടും കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ആവാൻ നിൽക്കല്ലേ മക്കളെ എന്ന് ഞാൻ പറഞ്ഞു അവരോട്. അപ്പം അങ്ങനെ അത് ഒന്നിട്ടിട്ട് ഒന്ന് പറയുക. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെയാണ് എന്താണെന്ന് നോക്കിയെടുക്കാനുള്ള ഒരു വിഷമം അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ അവരെ കൊണ്ട് തന്നെ ഒതുക്കി വെപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ ഒതുക്കി വെക്കണ കാരണം ഇവർക്ക് ഇത് എവിടെ ഇരിക്കണേ എന്താ ഇരിക്കണേന്ന് അറിയണില്ല. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ ഡോൺ നേരത്തെ വന്നു. അപ്പോൾ ഡോൺ വന്നപ്പോൾ ഞാനും ഡോണും മാത്രമേ ഈ ചിക്കൻ്റെ സംഭവങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ 3 പേരും എല്ലാവരും പല സമയത്തായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു. ഞാനും ഡാഡിയും മാത്രമാണ് ഒന്നിച്ചിരുന്നത്. കാരണം ഇവർ ഒരു യാത്ര പോവുകയാണ് എല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പ്. അപ്പോൾ എവിടേക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത് നാളെ ഡിംപിളിൻ്റെയും ഡിവൈൻ്റെയും വീഡിയോയിൽ കാണാം. കാരണം എനിക്ക് ആവശ്യത്തിലധികം വീഡിയോസ് ഇന്ന് ഞാൻ എടുത്തു. കുറേ ലെങ്ത്താണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ചില ദിവസം എനിക്ക് 8 മിനിറ്റ് പോലും ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ ഞാൻ ചോറും എടുത്തു. ഞാനും ഡാഡിയാണ് കഴിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അപ്പളിപ്പിളൊക്കെ ആയിട്ട് കഴിച്ചു. ഞാൻ കുട്ടികളോട് ഡ്രസ്സ് മാറാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് 2 പേര് 2 വഴിക്ക് പോയിട്ട് ഞാൻ കിച്ചൺ ഒതുക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ മീൻകറിയും ചിക്കനൊക്കെ ഞാൻ ചൂടാക്കി വെച്ചു. കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് ഞാൻ ചൂടാക്കി വെച്ചു, രാത്രി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ അവസാനിപ്പിച്ച് പിന്നെ എന്താ പറയുക, വേഗം പോകാനുള്ള യാത്ര. അപ്പോൾ ഇവർ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുണ്ട്. ഡാഡിയും മോളും പോയപ്പോൾ വന്നപ്പോൾ ക്രീം ബണ്ണും പിന്നെ മറ്റേ ചിക്കൻ റോളാണ് കേട്ടോ അതും. അപ്പോൾ ഡിവൈൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ റോൾ അവിടുത്തെ വേണമെന്ന്. ബേബി സണിലെ ചിക്കൻ റോളിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അത് ചിക്കൻ റോൾ മാത്രമല്ല കേട്ടോ, ബേബി സണിലെ എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് കാട്ടികയാണ്. കാട്ടിക ഞാൻ പറയില്ല കേട്ടോ, എവിടത്തെയും പറയില്ല ഞാൻ. കാട്ടിക കഴിക്കണമെങ്കിൽ നമ്മൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ പോയിട്ട് അവിടെ ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്, അവിടുത്തെ അവരുണ്ടാക്കുന്ന കാട്ടികയാണ് കാട്ടിക. അത് അവരുടെ എന്താ പറയുക, അവരുടെ സ്വന്തം പലഹാരമാണത്. അപ്പോൾ അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ടേസ്റ്റിൽ ഒരിക്കലും നമുക്കൊന്നും പറ്റില്ല. ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര ഇപ്പം ഇവിടുത്തെ കിട്ടുന്നതൊന്നും അങ്ങനെയുള്ളതല്ല. അങ്ങനെ ഇവർ പോകാനായിട്ട് പുറപ്പെട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ഡിവൈനോട് പറയുന്നത് കുറേ നാളായി ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിട്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഇവർ പോകാനായിട്ട് യാത്രയിൽ ഡിംപിൾ വന്നതിന് ശേഷമാണ് കുളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് മുടി ഉണങ്ങാണ്ട് അങ്ങനെ കിടക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം ഇന്നലത്തെ പനിയൊക്കെ കണ്ടപ്പോൾ ഇന്ന് യാത്രയൊക്കെ മുടക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ പോയി വന്നപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ രാത്രി പോയി വന്നു കഴിഞ്ഞപ്പോൾ കാലിൻ്റെ 2 മുട്ടും പൊട്ടിയിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ കുട്ടികളല്ലേ, വീഴും ഓടും നടക്കും ഒക്കെ ഉണ്ട്. പക്ഷേ 2 മുട്ടും നന്നായി പൊട്ടിയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ സാരില്ല, കുട്ടികളല്ലേ, അതൊക്കെ കണ്ട് മാറിക്കോളും. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. വല്ലപ്പോഴാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഫുൾ വൈറ്റിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും. അപ്പോൾ തോപ്പാച്ചുവിന് ഭയങ്കര മടിയാണ് ഫോട്ടോസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ നിൽക്കണത്. അതിന് ചാക്കോച്ചനെ സംബന്ധിച്ച് ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഊണ് കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. ഞാൻ പറഞ്ഞു ഒരു പകുതി പേരയ്ക്ക എടുത്തിട്ട് ഞാനും ഡാഡിയും കൂടി കഴിച്ച സൂപ്പർ പേരയ്ക്ക കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര ടേസ്റ്റുള്ള പേരയ്ക്ക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് കിടക്കാം. അപ്പോൾ ഡാഡിയും കിടന്നു, ഞാനും കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ്, വല്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവർ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 4:15 ആയിട്ടുണ്ട്. ഒരു 5 മണി വരെ ഞാൻ കിടന്നു, ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കാപ്പി വെച്ചു. അപ്പോൾ ഡീപ്പ് പ്രോട്ടീനാണ് സാധാരണ ഡാഡിക്ക് കൊടുക്കാറ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി പറയുന്നു വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ഹോർലിക്സ് എടുത്തു. അപ്പോൾ ഹോർലിക്സ് എടുത്ത് മറ്റേ ചിക്കൻ റോൾ ഡിംപിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് ഞാൻ ആദ്യം കഴിച്ചു. ഡാഡി ഉറങ്ങിപ്പോയി. അപ്പോൾ എന്നാൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ വേഗം കുടിച്ചു കേട്ടോ. അപ്പോൾ അതോടുകൂടി കാട്ടിക്കത് ഈ ചെപ്പുകളിലൊക്കെ ആക്കി വെച്ചു. അങ്ങനെ ടിന്നുകൾ നോക്കിയപ്പോഴും അതേ ടിന്നുകളൊക്കെ കാലിയാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഒന്നും കാലിയായിട്ടുണ്ടാവില്ല, ഒക്കെ കാലിയായി. ബാക്കിലേക്ക് ഇറക്കി വെച്ചു ഞാൻ ടിന്നുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ഒരു സെക്ഷൻ ഒതുക്കാനായിട്ട് വലിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ എനിക്കെത്തില്ല, എനിക്ക് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൈയെത്തില്ല. അപ്പോൾ ഞാൻ ഡാഡി എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിട്ടോ, ഫോണിൽ മെസ്സേജ് വന്നതും എടുത്തതും അപ്പോൾ റിപ്ലൈ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ ഡാഡി വന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ താഴേക്ക് ഇറക്കി വെച്ച് തന്നു. അപ്പോൾ ഈ എണ്ണ വെക്കുന്നിടത്ത് എങ്ങനെ നോക്കുമ്പോഴും ഒരു രക്ഷയില്ല. ഈ ഷീറ്റ് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അതുമ്മയും എണ്ണയും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടിയിലും ഒരു പേപ്പർ വെച്ചു, അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചു. അതും ട്രേയുടെ ഉള്ളിലാണ് വെക്കുന്നത് കുപ്പി. എന്നിട്ട് പോലെ എങ്ങനെയാണ് അത് ലീക്കാവണേന്നുള്ളത് എനിക്കറിയണില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സെക്ഷൻ മൊത്തം ഡാഡി ഇറക്കി വെച്ച് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാദ്യം ഒതുക്കാം. അപ്പോൾ പണ്ടത്തെ എൻ്റെ ബോക്സുകളാണ് ഇട്ടത്, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചോളപ്പുട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ തരം പുട്ടുകളുടെ പൊടികളുടെ ചെപ്പുകളാണ്. ഒക്കെ AVT മറ്റേ ചായപ്പൊടി വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ബോക്സാണ് കേട്ടോ. കുറേ വർഷം പഴക്കമുള്ള ബോക്സുകളാണിത്. അപ്പോൾ ഞാനതിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, അരിപ്പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു, ബിരിയാണി അരിയൊക്കെ അതിലായിരുന്നു. അതൊക്കെ ഞാൻ പകർത്തി വെച്ചിട്ട് ബോക്സ് കാലിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞാൻ അതാത് ലേബിളുകൾ എഴുതി അതുമ്മ പേരെഴുതി റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ അതേ നോക്കിയാൽ നിങ്ങൾ 1 കിലോൻ്റെയാണ് സംഭവം. ഇത് എല്ലാ നട്ട്സും, എന്താ പറയുക, ബദാം, പിസ്റ്റ, മറ്റേ കാഷ്നട്ട്, ഓട്സ്, കോൺഫ്ലേക്സ് എല്ലാത്തിൻ്റെയും മിക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഡോണിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പാലിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വെറുതെ കഴിക്കാനും രസമാണ്, കാരണം ഒരു ചെറിയ മധുരമുണ്ട് കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ട് അതിനകത്ത്, ഓട്സ് ഉണ്ട്, എല്ലാതും ഉണ്ട്, നല്ലതാണ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് പകർത്തി ഒരു ബോട്ടിലേക്കാക്കി. ഇതാ നമ്മുടെ കുട്ടികളുടെ കോലുമിഠായി അതൊരു ബോട്ടിലാക്കി. പിന്നെ അവരുടെ മറ്റേ ടാങ്കിൻ്റെ ഗ്ലൂക്കോസ് ഉണ്ട് അത്, പിന്നെ ഹോർലിക്സ്, ബൂസ്റ്റ് ഒക്കെ അതാത് ബോക്സുകളിലാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് വിന്നർ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഡോണും ഡിംപിളും കൂടിയിട്ട് ചെറുപ്പത്തിലേ കഴിച്ചിരുന്നതാണ്, ചോക്ലേറ്റ് പൗഡർ. അപ്പോൾ അത് കണ്ടപ്പോൾ ഡിംപിൾ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ കഴിക്കിട്ട് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി കാണാവുന്ന രീതിയിൽ മുന്നിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഡാഡി പതുക്കെ എണീറ്റു. ഡാഡി എണീറ്റപ്പോഴാണ് സന്ധ്യ നേരമായി. അപ്പോൾ ഡാഡി എണീറ്റ് നടയിലത്തെ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കുന്തിരിക്കം പുകയ്ക്കുന്നതിന് പകരം ഇങ്ങനെ പുകയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നല്ലോണം പുകച്ചു, കാരണം സാധാരണ ഒരെണ്ണം വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു ഓടാറാ പതിവ്. ചാക്കോച്ചനെ പേടിച്ചിട്ട്, ചാക്കോച്ചന് ഇത് പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഡാഡി എന്ത് കാണിച്ചെന്ന് വെച്ചാൽ 3 മുറിയിൽ, താഴെയുള്ള 2 ബെഡ്റൂമിലും അതേ ഹാളിലും അതേ വെച്ച് അത് പുകച്ചു. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നമ്മൾ പറയില്ല അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു മണം ഉണ്ടല്ലോ. പള്ളികളിൽ അങ്ങനെ നമ്മൾ ചന്ദനത്തി അങ്ങനെയൊന്നും ഇല്ലല്ലോ, അമ്പലങ്ങളുടെ അടുത്ത് കൂടെ പോകുമ്പോഴുള്ള മണമുള്ള ആ ഒരു മണമായിരുന്നു കേട്ടോ. നല്ലതാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് നമ്മുടെ മംഗൾദ്വീപിൻ്റെയാണ് സാമ്പ്രാണി കപ്സ്. അതായത് 90 രൂപയാണ്, 10 എണ്ണമാണ് ഇതിലുള്ളത്. അതായത് 9 രൂപയേ വരുന്നുള്ളൂ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഫുൾ നിന്ന് നമ്മൾ വേഫറിൻ്റെ കപ്പില്ലേ അതുപോലെയാണ്. അത് ഈ കപ്പ് ഫുള്ള് നിന്ന് കത്തും. അതിൻ്റെ നടുക്കാണ് മൊത്തം ഈ കുന്തിരിക്കവും സാധനങ്ങളും കിടക്കുന്നത്. നല്ല സംഭവമാട്ടോ. ഒന്ന് ഒരു വട്ടെങ്കിലും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് നിന്ന് തുടങ്ങി. അപ്പോൾ ഡാഡി ന്യൂസും കാര്യങ്ങളൊക്കെ കാണാട്ടോ. അപ്പോൾ ആ സമയത്ത് ഡാഡി നനയ്ക്കാൻ പോയി. നനയ്ക്കൽ ഞാൻ നനച്ചോളാം. അതുകൊണ്ട് സാധാരണ നിങ്ങൾക്കറിയാലോ ശനിയാഴ്ച ദിവസമാണ് എൻ്റെ നനയുടെയും അടിച്ച് കഴുകലൊക്കെ ഉള്ള ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ
ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കാണ്ട് ഇതിൻ്റെ പിന്നാലെ നിന്നു. അപ്പോൾ നമ്മളുടെ ആ ഷീറ്റ് ഉണ്ടല്ലോ ബെഡ്റൂം മറ്റേ ഡൈനിങ് ടേബിളിന്മേലത്തെ അതെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ഡാഡി എനിക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി തന്നു. അപ്പോൾ തുടച്ച് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇവിടെ ഉപ്പ്, മുളക്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ റെഡിയായി. ആ ഒരു കള്ളി ക്ലിയറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത കള്ളി, ഇതിൻ്റെ മുകളിലത്തെ കള്ളികൾ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയതൊക്കെ എടുത്ത് മാറ്റി പുതിയത് എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും വീട്ടിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നമ്മൾ എപ്പോഴും പറയും ചോറും കൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ പണി കഴിഞ്ഞൊന്നും ഒരിക്കലുമല്ല. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് ചെയ്യാനുള്ള പണികൾ നമ്മുടെ വീടുകളിലുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ പണി എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനുള്ള സമയം വളരെ കുറവായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പരദൂഷണം എന്ന സംഭവം നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് തേടി പിടിച്ച് ചെയ്യണം. അല്ലാണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് പെടില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം ഒരു വശം ഒതുക്കി അപ്പോൾ വല്ല പാട്ടൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വേണമെങ്കിൽ വല്ല ഓഡിയോ കേട്ടോ കുഴപ്പമില്ല, അതൊക്കെ വെച്ചിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീടും വൃത്തിയാവും. നമ്മളെ ഭർത്താക്കന്മാർ വരുമ്പോൾ വീടും പരിസരമൊക്കെ ഇങ്ങനെ വൃത്തിയായി കിടക്കണാകുമ്പോൾ അവർ ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ നമ്മൾക്കതൊരു സന്തോഷം. മക്കളായാലും അതെ, അയ്യോ എന്തൊരു ഭംഗിയാണ് നമ്മുടെ വീട് കാണാൻ, അല്ലെങ്കിൽ മമ്മി എന്ത് ഭംഗിയിലാണ് ഒതുക്കി വെച്ചേക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും നമ്മൾ വേണ്ടത്. അല്ലാണ്ട് കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി വർത്താനം പറയുക, ഇപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുക, ഇവരോട് അവരുടെ കാര്യങ്ങൾ പറയുക, അവരോട് ഇവരുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഫോണിൽ തന്നെ എടുത്ത് ഫോണിൽ കുത്തിയിരുന്ന് സംസാരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അവനവൻ്റെ വീട്ടിൽ എന്തോരം കാര്യങ്ങളുണ്ടാവും, അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നല്ലതല്ല. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ വീടും പരിസരവും ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. പറയില്ലേ വീടിന് ഐശ്വര്യം വരുന്നാലേ ലക്ഷ്മി കയറുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ അതിപ്പോൾ അങ്ങനെ ഹിന്ദുസിൻ്റെ ഇതിൽ പറയുന്നു, ക്രിസ്ത്യൻസിൻ്റെയിലായാലും നമ്മൾ പറയില്ലേ എല്ലായിടത്തും ഒരു ഒതുക്കവും അടക്കവും വൃത്തിയും ഉണ്ടായാൽ അവിടെ ഉണ്ടാവും ദൈവം. അത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കേട്ടോ. നമ്മൾ എവിടെയാണോ ഇങ്ങനെ അഴുക്കും അതും ഇതും കൂമ്പാരം കൂടി കിടക്കുന്നത് അവിടെ ചെകുത്താനുണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളുടെ ഞാൻ പിന്നെ ഒതുക്കാൻ നിന്നത് ഓവൻ്റെ മുകളിലുള്ള കള്ളികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കണ കാരണം ഇന്ന പാത്രത്തിൽ ഇന്നതൊക്കെയാണെന്ന് അറിയാം. പക്ഷേ സാധനങ്ങൾ കൂടുതൽ വരുമ്പോൾ ഒക്കെ മിക്സ് ചെയ്തിടും. പിന്നീട് അത് എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് ചിലപ്പോൾ അതില്ല എന്ന് തന്നെ പറയും. പക്ഷേ നോക്കി പിടിച്ച് വരുമ്പോൾ സംഭവം ഒന്നിന് രണ്ട് പിടി ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കട്ടൻ വെച്ചു. കാരണം എനിക്ക് ഒതുക്കുമ്പോൾ അല്ലെങ്കിൽ ശരിക്കും ഉറക്കം വരും, അല്ലെങ്കിൽ വിശക്കും ഒക്കെ ചെയ്യില്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ ശരിക്കും 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടൻ വെച്ചു. അപ്പോൾ ഡാഡിക്കും വേണമെന്ന് പറഞ്ഞു. ഡാഡിയും ഞാനും ഓരോ ഗ്ലാസ് കുടിച്ചു. ഡാഡിയാണ് ഊറ്റി തന്നത് കേട്ടോ, അരിച്ച് തന്നത്. അപ്പം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേളാങ്കണ്ണി മാതാവിനെ. അപ്പം മാക്സിമം ഞാൻ എവിടെ ആയാലും മാതാവിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചിട്ടൊരു മാതാവിൻ്റെ രൂപം വയ്ക്കാനല്ല, ഇതിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വന്നിരുന്ന കുപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, അത് അവിടെ ഒരു വശത്ത് ഇരുന്ന് അവിടെ ഇരുന്നോളൂ. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രൂപം വാങ്ങി വെച്ചതല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഈ സെക്ഷനും ഈ പറഞ്ഞ പോലെ ബിസ്ക്കറ്റുകളും മുറുക്ക് കുട്ടികളുടെ ഈറ്റബിൾസ് ഒക്കെ കൊണ്ടുപോകണ സെക്ഷനാണ്. അതും ഈ പറഞ്ഞ പോലെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വെയ്ഫറൊക്കെ 2-3 ബോക്സിലായിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഒന്നിൽ വെച്ചു. കേക്ക് മറ്റേ അതൊക്കെ ഒന്നിൽ വെച്ചു. മുറുക്ക് സംഭവങ്ങൾ വേറെ ഒന്നിൽ വെച്ചു. ബാക്കി അപ്പം ഒതുക്കി വന്നപ്പോൾ 4 ചെപ്പ് കാലിയായി. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നാളെയോ മറ്റന്നാളോ പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടാണ്ടാവും. ആ ഇടണത് ഈ കാലിച്ചെപ്പ് വെച്ച് കൊടുത്താൽ അതിലേക്ക് ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ റസ്കിൻ്റെ ചെപ്പ് സത്യം പറഞ്ഞാൽ റസ്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഒതുക്കിയപ്പോഴാണ് ആ ചെപ്പ് കിട്ടിയതും അതിൻ്റെ ഉള്ളിൽ ഒരു 6-7 എണ്ണം ഉണ്ടെന്ന് കണ്ടതും. അങ്ങനെ സമയം 9:30 9:30യോട് കൂടിയിട്ട് അവർ വിളിച്ചപ്പോൾ അവരെപ്പോഴോ എത്തിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ. അവർ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റാൻ പോയതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ അവർ ഏകദേശം എത്താറായിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു വെള്ളം തിളച്ച കിടക്കണേ, പോയി കുളിച്ചോ, മതി ഒതുക്കിയതെന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് നോക്കിയപ്പോൾ ഒരു 80%, 80 ഒരു 60% അടുക്കള ഒതുങ്ങിയിട്ടുണ്ട്. അതായത് ഈ മറ്റേ ഉപ്പ് കടല പരിപ്പ് മുതിര അങ്ങനെയുള്ള സെക്ഷൻ മൊത്തം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി കബേർഡുകളുടെ ഉള്ളല്ല, അത് പിന്നെ കനമുള്ള കേസല്ല. ഇതൊക്കെ നമ്മളിങ്ങനെയും ചപ്പാപ്പം മാറ്റിയില്ലെങ്കിൽ സാധനങ്ങൾ പൂത്തതുണ്ടാവും, പിന്നെ ഉപയോഗിക്കാത്തതുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട് എപ്പോഴും
എന്താ പറയുക നിറഞ്ഞിരിക്കും. അതുപോലെ കളയാനായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളോട് ഫ്രിഡ്ജിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം ആവശ്യത്തിന് മാത്രം വെക്കുക. കൂടുതലായിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ കുഞ്ഞു പാത്രങ്ങൾ നിരത്താനുള്ളൊരു അവസരം തികഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം 3-4 കറികളുള്ളപ്പോൾ ഒരു കറി ഇപ്പോൾ ഇത്തിരി കുറവായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടുത്തൊരു കറി കൊണ്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ഫ്രിഡ്ജും അതെ. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, വലിയ ബഹളങ്ങളൊന്നുമില്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് നേരത്തോടെ നമ്മുടെ മക്കളുടെ പണികളൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. പട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ ഇന്ന് നേരത്തോടെ ഇവർ വരണേലും മുമ്പ് എൻ്റെ എല്ലാ പണിയും കഴിച്ചു വെച്ചാൽ എനിക്ക് അത്രയും സമാധാനമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ദേ ഫുള്ള് ടിന്നുകളിലൊക്കെ ബിസ്ക്കറ്റും ഇതൊക്കെ അയച്ചിട്ടു. അപ്പോൾ ഇനി നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസിലേക്ക് കിടക്കാം. ഓർണമെൻറ്റ്സിൻ്റെ കേട്ടോ 2 ദിവസമായിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ശരിക്കും പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലാണ്. പക്ഷേ കുറേ പേര് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു തുടങ്ങി എന്താ ഒന്നും കാണിക്കാത്ത ആൻറ്റി എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും നമുക്ക് ഒരുപോലെ തൃപ്തിപ്പെടുത്തണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സംഭവങ്ങൾ, അതായത് ഞാൻ പുതിയതായിട്ട് എടുക്കണില്ല, ഇതിപ്പോൾ എനിക്കൊരു ഓർഡർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതാ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഒന്നും കണ്ടില്ല എന്നുള്ള വിഷമം തീരല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള മാലയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചതുരനിലുള്ള നല്ല കനുള്ള തൊരണ്ട് തന്നെ പറയാൻ തോന്നുന്നുണ്ട്. നല്ല കനുണ്ട്. 8 പിടിയുടെ മാലകളാണ് കേട്ടോ ഇത് 4. അപ്പോൾ ഇതൊരെണ്ണം. ഇത് നോക്കി, ഇത് കുഞ്ഞേ തൊരട്, അതിൻ്റെ തന്നെ ചെറുത് നല്ല മയുള്ളത്. മറ്റേത് ശരിക്കും സമചതുരം പോലെ കേട്ടോ. ഇതാണ് തോന്നുന്നുണ്ട് ഈ മീര ജാസ്മിൻ എന്ന് പറയുന്ന മാല കേട്ടോ. അപ്പോൾ ഇതാണത്. ഇത് അത്യാവശ്യം ഒരു 3.5-4 പവൻ തോന്നിക്കുന്ന പോളിച്ചിയാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇടയിൽ കട്ടയുള്ള സംഭവം കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 4 മാല നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഞാൻ പാക്ക് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നിങ്ങൾക്കിപ്പോൾ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കനം കുറഞ്ഞതോ കൂടിയതോ അല്ലെങ്കിൽ 6 പിടിയോ 10 പിടിയോ എന്ത് വേണമെങ്കിലും ഡിസൈൻ ഇത് പറഞ്ഞിട്ട് പറയാം. ഇത്ര പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുപോലെ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു 5 പവൻ തോന്നിക്കുന്നത് ആൻറ്റി, അല്ലെങ്കിൽ 2 പവൻ. അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് 6 പിടി 8 പിടി 10 പിടി. 6 പിടി എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴുത്തിൽ നമ്മൾ കൊളുത്തിട്ട് ഇടുന്നതാണ്, അതായത് 18 ഇഞ്ച്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ച് തലയിൽ കൂടി ഇട്ട് ഊരണത്. പിന്നെ നമ്മുടെ 10 പിടി എന്ന് പറയുമ്പോൾ 30 ഇഞ്ച് അല്ലേ. അങ്ങനെ കേട്ടോ. അതാണ് മാലയുടെ പിടിയുടെ കണക്ക്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഉണ്ണിയോളുടെ മാല 5 പിടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ സംഭവം. പിന്നെ അരഞ്ഞാണുണ്ട്, എന്ത് വേണമെങ്കിൽ ഉണ്ട് ഡിസൈനുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുമെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ മാല നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് വാങ്ങിയിട്ടുള്ളതാണ്. അതായത് ഇപ്രാവശ്യം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ മോനിഷ ഉണ്ണിയുടെ അമ്മയുണ്ടല്ലോ, ആ ചേച്ചിയുടെ കഴുത്തിൽ സെയിം മാല കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഒരാളുടെ കഴുത്തിൽ കിടക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. നമുക്കൊരു സന്തോഷം അത് കാണുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും 8 പിടിയൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, 6 പിടിയും കൊണ്ടുപോയിട്ട്. ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചെയിൻ ഇട്ടിട്ട് കണ്ടോ. അപ്പോൾ ബാക്കിലേക്ക് മുത്തുകളില്ലാത്ത കാരണം അതിൻ്റേതായ വിലയ്ക്ക് വ്യത്യാസം വരും. ഫുൾ സ്റ്റോൺസ് അല്ലല്ലോ. ശരിക്കും ഇതിൻ്റെ ഓരോ പിടിക്കാണ് വില വരുന്നത്, മുത്തുകൾക്കാണ് വില. അപ്പോൾ ബാക്കിൽ ചെയിൻ ആയതുകൊണ്ട് തന്നെ അത്ര വില വരില്ല. പകുതി കുറച്ച്, അതായത് 1/3 ചെയിനാണ് വരുന്നത്, ബാക്കി 2 ഭാഗമാണ് മുത്തുകൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വിലയ്ക്കും ഭയങ്കര വ്യത്യാസം വരും. അതുപോലെ അടുത്തത് ഇങ്ങനൊരു പ്രോഡക്റ്റാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജ് കുട്ടികൾക്കും പിന്നെ ജോലിക്കാർക്കൊക്കെ ഇടാനുള്ളതാണ്. അതായത് അവർക്ക് ബാക്കിൽ ചെയിൻ മതി, ഫ്രണ്ടിലേക്ക് മാത്രം ഇങ്ങനെ കാണുന്ന പോലെ. ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ഇറക്കം വേണമെന്ന് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുതന്നെ ബ്രേസ്ലെറ്റും അത് തന്നെ പാദസരവും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 കൂട്ടം കണ്ടില്ലേ നിങ്ങൾ. ഇത് 3ാമത്തെ. അപ്പോൾ ഇതന്നെ സെയിം ബ്രേസ്ലെറ്റ്സും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ സെറ്റാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടു. ഇതും അതുപോലെ തന്നെ, അതായത് ബാക്കിൽ ഇങ്ങനെ ചെയിൻ ഇട്ടിട്ടുള്ള പാറ്റേൺ. പിന്നെ നമുക്ക് 6 പിടി, അതായത് ഫുൾ ഈ സെക്ഷൻ ഇങ്ങനെയുള്ളത്. അപ്പോൾ അത് 6 പിടി വരും. പിന്നെ 8 പിടി 10 പിടി അതൊക്കെ വേറെ. പിന്നെ ബ്രേസ്ലെറ്റ് പാദസരം അതൊക്കെ വേറെ വരും കേട്ടോ.
അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളതൊക്കെ ഡിസൈൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് വെച്ചാൽ പറയുക, അല്ലെങ്കിൽ ഇന്ന ക്രിസ്റ്റലിൻ്റെയും ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ, അല്ല ഗോൾഡ് ചെയിൻ പറ്റില്ല. ഇങ്ങനെയുള്ള മണികൾ കോർത്തിട്ടുള്ളത് മാത്രം നമുക്ക് കട്ട് ചെയ്ത് വിളക്കി നിങ്ങളുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് തരാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് ബ്ലാക്ക് ക്രിസ്റ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടുള്ള പാറ്റേണാണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ കേട്ടോ. ഇതിൻ്റെ കനം കുറഞ്ഞ പാറ്റേണും കൂടിയതും ഒക്കെ ഉണ്ട്, ബ്രേസ്ലെറ്റും പാദസരവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ഒക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത മാലകളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ കുട്ടികൾ അല്ല കോളേജ് കുട്ടികൾക്കും ജോലിക്കാർക്കൊക്കെ എളുപ്പത്തിന് ഇതും കണ്ടു ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നീളം അനുസരിച്ച് ഇപ്പോൾ ഒരാൾ 17 പിടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ 6 പിടി 7 പിടി അങ്ങനെ പല വലിപ്പത്തിൽ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ പാദസരം അതെ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ബ്രേസ്ലെറ്റും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള മാലകളാണ്. കണ്ടു. അപ്പോൾ ഫുൾ ക്രിസ്റ്റലിൻ്റെ വില ആവണമില്ല, എന്നാൽ ക്രിസ്റ്റലിൻ്റെ മാല ആവുകയും ചെയ്തു കണ്ടോ. ബാക്കിലൊക്കെ ചെയിനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പകുതി ചെയിനും പകുതി അത് അത്ര ഇറക്കം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. ഇത് ഇടയിലൊരു ഗോൾഡൻ ബോളും കൂടി ഉണ്ട് കണ്ടോ. ഇതും അതെ നല്ലൊരു പാറ്റേണാണ്. അപ്പോൾ ഇത് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞ് മറ്റേ ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നില്ലേ കുഞ്ഞ് മറ്റേ ക്രിസ്റ്റലിൻ്റെ മാല, അതിൻ്റെ കൊച്ച് സംഭവം കണ്ട. ഇത് ഞാൻ പറഞ്ഞില്ലേ റോളായിട്ട് വരണേന്ന്, എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യണതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്. ഇതിപ്പോൾ ഇങ്ങനെ 1-2 പേരുടെ ആവശ്യപ്രകാരം ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ചെറിയ മോൾക്ക് വേണ്ടിയിട്ട്, ഒരു 10 വയസ്സായ ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ജോലിക്കാർക്കും അല്ലെങ്കിൽ എന്താ പറയുക 2-3 പേർക്കായിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ ഇപ്പോൾ കാണുമ്പോൾ പറയേണ്ട നാളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അവരോടായിട്ട് പറയാം, തിങ്കളാഴ്ച ഞാനിത് അയക്കും കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് തരാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇന്ന് കുറേ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസം ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം കുറേ സർപ്രൈസുകളുണ്ട്, ഞാൻ നാളെ പറയാം കേട്ടോ.